എൻ്റെ പേര് ബാബു ഗോകുലം. ഞാനിവിടെ അരീക്കോട് ചെമ്മറക്കാട്ടൂരാണ്. ഞാൻ ചെറിയ ബിസിനസ്സുകളും കുറച്ച് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ പോണ ഒരാളാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഇതിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോള് പിന്നെ രണ്ട് മക്കൾ എൻ്റെ CBSE ആയിട്ട് പഠിച്ചായിരുന്നു. മൂന്നാമത്തെ ഒരാൾ ഞാൻ പിന്നെ സർക്കാർ സാധാ സ്കൂളിൽ ചേർത്തിട്ട് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ 4 വരെ അവിടെ പഠിപ്പിച്ചു. ഇംഗ്ലീഷ് മീഡിയം സർക്കാർ സ്കൂളിലാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചു. പിന്നീടാണ് ഞങ്ങൾക്ക് ഒന്നും കൂടി ബെറ്ററായിട്ട് കുറച്ചുകൂടി ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നൊക്കെ അവർക്ക് CBSE ചേർത്താൻ മക്കൾ തീരുമാനിച്ചു. അങ്ങനെ അവളും കൂടി CBSE പഠിക്കട്ടെന്ന തീരുമാനത്തിൽ വന്നത്. അപ്പോൾ 4ാം ക്ലാസ് വരെ പഠിച്ച് CBSE സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ മോളെ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും അതിൻ്റെ ഒരു പിന്നെ ഫ്ലുവൻ്റ് ആവാനുള്ളൊരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ വലിയ മോള് പറഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ തന്നെ അരീക്കോട് ഒരു സ്ഥാപനമുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്ഥാപനമാണ്, വളരെ പ്രശസ്തമായ സ്ഥാപനമാണെന്ന് പറഞ്ഞിട്ട് ഞാനിത് കേട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ഞങ്ങളങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് മോളെ ഞങ്ങൾ പിന്നെ ഈ ഇംഗ്ലീഷ് ക്ലാസ്സിന് ചേർത്ത് ഞാൻ അത്ഭുതമായിട്ട് ഞാനിതൊരു ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ ഒരു അനുഭവം കൊണ്ട് പിന്നെ ഒരു 2 മാസത്തെ കോഴ്സായിരുന്നു, 60 ദിവസത്തെ കോഴ്സിന് 60 മണിക്കൂർ കോഴ്സിന് ചേർത്തിയാണ്. അവളെ ടീച്ചർ നസ്ല, മറ്റേ പിന്നെ കോർഡിനേറ്റർ നസ്ല, പിന്നെ ജംഷീന മാഡം ഇവർ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് വളരെ ഒരു പിന്നെ സക്സസ്ഫുൾ ആയിരുന്നു. കാരണം വെച്ചാൽ ഇവർ നമ്മൾ ഭയങ്കര കളിച്ച് തിരിച്ച് ഭയങ്കര രസമായിട്ടുള്ളൊരു കോഴ്സ് എല്ലാ സമയത്തും അവർ സംസാരിക്കുക. ഞങ്ങളിങ്ങനെ ബെഡ്റൂമിൽ അവൾ ഇരുന്ന് ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് സത്യം ആലോചിക്കുമ്പോൾ ബെഞ്ച് മാർക്കിലെ കുട്ടികൾ സംസാരിക്കുന്ന അതേ രീതിയിൽ ഇവൾ പിന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ വളരെ ഉഷാറായിട്ട് എന്നുവെച്ചാൽ എങ്ങനെയാണോ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് 1ാം ക്ലാസ് മുതൽക്ക് അല്ലെങ്കിൽ പിന്നെ LKG UKG മുതൽക്ക് പഠിച്ചൊരു കുട്ടി സംസാരിക്കുന്നത് അതേ രീതിയിൽ ഈ 60 ദിവസം കൊണ്ട് അവൾ അത്രയും ക്ലിയറായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഈ സംസാരം ഇവളത് ശരിയായപ്പോൾ ഞാനൊരു ബിസിനസ്സിലുള്ള ആളായതുകൊണ്ട് ഞാനും ഇത്ര ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒപ്പിച്ചിട്ടുള്ള സംസാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴയ ഡിഗ്രിക്കാരെ ഒരു ഇംഗ്ലീഷാണ്. പുറത്തും കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എനിക്കും തന്നെ ഇത് കണ്ടപ്പോൾ തോന്നി ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻ്റായിട്ട് പഠിച്ചാൽ താല്പര്യമുണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ ചെറിയ മോളോട് ചോദിച്ചു, അല്ല മോളെ പേര് കൃഷ്ണതീർത്ഥാണ്, ഞങ്ങൾ ചിന്നു എന്ന് വിളിക്കും. ചിന്നു നിൻ്റെ ട്യൂട്ടറോട് ചോദിച്ചു നോക്കാം, നമുക്കൊരു അച്ഛനും കൂടി ഒരു കോഴ്സ് ചേരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതാണ്. കാരണം എനിക്കൊരു മടി തോന്നിയില്ല. കാരണം വെച്ചാൽ നമുക്കൊരു അറിവല്ലേ, പഠിക്കുക എന്നുള്ളൊരു പ്രത്യേക നമുക്ക് അതിനൊരു സ്റ്റേജോ അല്ലെങ്കിൽ പ്രായമോ അല്ലെങ്കിൽ അതിനൊരു പതിവോ എന്നുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ശരി അച്ഛനോട് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ച് അവർ സംസാരിച്ചു, അവർ ബന്ധപ്പെട്ടു. ഞാനും ആ കോഴ്സിന് ചേരാൻ തയ്യാറായി. ഞാനിപ്പോൾ ജസ്റ്റ് ചേർന്നുള്ളെങ്കിലും എനിക്കതിൻ്റെ അവരെ ഈ പഠന രീതി കണ്ടപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ടെക്നിക്കുകളിലാണ് ഇവർ നമ്മളെ ഇത് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് ഏതൊരു സ്റ്റേജിലുള്ള ആൾക്കും എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഈ കുറഞ്ഞ ദിവസം 6-7 ദിവസത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തോളൂ. കുറച്ച് ബിസിനസ്സുകാർക്ക് കാരണം കുറച്ച് പുറത്ത് വിദേശ യാത്രയൊക്കെ നടത്തിക്കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ദിവസവും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും 5-6 ദിവസത്തെ എൻ്റെ ഒരു അനുഭവം വെച്ച് എനിക്ക് ഭയങ്കരമായിട്ടൊരു സക്സസ്ഫുൾ ആയിട്ട് സംഭവമായിട്ട് തോന്നിയത്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇവർ ഇങ്ങനെ സംസാരിച്ചപ്പം എന്താ പറയുക, ഈ ഒരു ടീമിൻ്റെ നമ്മുടെ നാട്ടിലെ സത്യത്തിൽ ഇത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കല്ല. ഞാനിത് ചേർന്ന് വേറൊന്നുമുണ്ട്, എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ ട്യൂട്ടർ പറഞ്ഞാൽ ഇത് MBBS-ഉം PG കഴിഞ്ഞ ഡോക്ടേഴ്സ് വരെ ഇതിൻ്റെ ഈ കോഴ്സിൽ ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതാലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. കാരണം നമ്മളൊരു കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ ഒരു സ്കൂളോ അല്ലെങ്കിൽ കോളേജിലോ പോകാൻ പറ്റിയൊരു ഏജല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് മണിക്കൂർ ക്ലാസ് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ ഫലവത്തര സംഭവമാണ്. എന്തായാലും ഇൻ്റർവ്യൂ ടീമിനും നമ്മളെ എനിക്ക് കോച്ചിങ് തരുന്ന എൻ്റെ ട്യൂട്ടർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്റർ നസ്ല മാമിനൊക്കെ ഞാൻ ഒരു നല്ല താങ്ക്സ് പറയണം.